എനിക്ക് വരുന്ന മെസ്സേജുകളിൽ ഏറ്റവും നല്ല ശതമാനം ചോദിക്കുന്ന ഒരു ചോദ്യം, സാർ എനിക്ക് ബാച്ചിലേഴ്സ് ഇത് കഴിഞ്ഞിട്ട് ശേഷം മാസ്റ്റേഴ്സ് വിദേശത്ത് പോയി ഒരു സ്പെസിഫിക് കോഴ്സ് ചെയ്യാൻ സാധിക്കുമോ? ഇങ്ങനെ ഒരു ഡൗട്ട് വരുന്നതിന് കാരണം എന്താ വെച്ചാൽ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നതിനെ പറ്റി ഒരു വ്യക്തത കുറവാണ്. ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് പോയിന്റ്സ് ആണ്. 3 വർഷം പഠിച്ച ഒരാൾ യൂറോപ്യൻ സംവിധാനത്തിലാണെങ്കിൽ 180 ECTS പോയിന്റ്സ് ലഭിച്ചിട്ടുണ്ടാവും. അതായത് യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം എന്നർത്ഥം. ECTS പോയിന്റ്സ് 180 മാച്ച് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ നാട്ടിൽ പഠിച്ച ഡിഗ്രിക്ക് അത്ര തന്നെ ക്രെഡിറ്റ് പോയിന്റ്സ് എത്തുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ECTS പോയിന്റ്സ് മാച്ച് ആയാൽ മാത്രമാണ് നമുക്ക് മാസ്റ്റേഴ്സ് തലത്തിലേക്ക് അവർ അഡ്മിഷൻ തരുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫീൽഡിലേക്കാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ബാച്ചിലേഴ്സ് ഫിസിക്സ് പഠിച്ചു, മാസ്റ്റേഴ്സ് നമ്മൾ ചെയ്യുന്നത് ഫിസിക്സ് റിലേറ്റഡ് ഫീൽഡ് അല്ല, മറ്റൊരു ഫീൽഡിലേക്കാണെങ്കിൽ ബാച്ചിലേഴ്സ് തലത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ഫിസിക്സ് റിലേറ്റഡ് സബ്ജക്റ്റിന്റെ ക്രെഡിറ്റ് പോയിന്റ്സ് എത്രയാണ് ചെക്ക് ചെയ്യും. അപ്പോൾ ഈ 180 നോക്കുമ്പോൾ 170 165 ക്രെഡിറ്റ്സ് മാത്രമായിരിക്കും ലഭിക്കുന്നത്. പല രാജ്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, 4 ഇയർ ബാച്ചിലേഴ്സ് ഉണ്ടെങ്കിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ സാധിക്കും എന്ന് പറയും. ഇപ്പോൾ USA ഉണ്ട്, കാനഡ, ജർമ്മനി, സ്വീഡൻ, ഇവരെല്ലാം ഇത് ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ സംവിധാനം പ്രകാരം അവരുടെ സിസ്റ്റവുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ 4 വർഷം പഠിച്ച ഒരു കുട്ടിക്ക് മാത്രമാണ് അവരുടെ 3 വർഷത്തെ ഡിഗ്രിയോട് ക്രെഡിറ്റ്സ് മാച്ച് ആവുന്നത്. ഈ ക്രെഡിറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ എലിജിബിലിറ്റി ചെക്കിങ്ങിന്റെ ബേസ്.